ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ സോൺ വൈസ് വേക്കൻസീസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊക്കെ സോണിൽ എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 28/6/2025 അതേപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/7/2025 ആണ്. ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/7/2025 അതേപോലെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 1/8/2025 മുതൽ 10/8/2025 വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഫീ പേയ്മെന്റും കൃത്യമായിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ഫീ പേയ്മെന്റും കറക്റ്റ് ഡേറ്റിൽ തന്നെ കൊടുക്കുക. ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് 30/7/2025 ആണ്. അപ്പോൾ നമ്മൾ ഒരു സോൺ അല്ലെങ്കിൽ നമ്മളൊരു RRB സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മുടെ ഹോം ടൗണിന് അടുത്തുള്ള ഏത് RRB ആണ്, അതേപോലെ നമ്മുടെ ഹോം ടൗണിലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചിലർ RRBs തിരഞ്ഞെടുക്കുന്നത്. ചിലർ ഒരു ജോലി വേണം, അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള RRBs ചൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡ് 1ന്റെ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡ് 3യുടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗ്രേഡ് 1ന്റെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ സോൺ വൈസ് അത്യാവശ്യം വേക്കൻസികൾ ഉള്ളതും അതേപോലെ നമുക്ക് അടുത്തുള്ളതുമായിട്ടുള്ള RRBസിന്റെ വേക്കൻസികളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. മുംബൈ RRB മുംബൈ എടുക്കുമ്പോൾ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 39 ആണ്. അതേപോലെ UR കാറ്റഗറിക്ക് അവിടെ 16, SCക്ക് 5, അതേപോലെ STക്ക് 3, OBCക്ക് 9, EWSന് 6. ഇങ്ങനെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 39 ആണ്. അതേപോലെ ഭോപ്പാൽ എടുക്കുമ്പോൾ 12, SCക്ക് 3, STക്ക് 2, OBCക്ക് 6, EWSന് 3. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 26 ആണ്. അങ്ങനെ നമ്മൾക്ക് അടുത്തുള്ള നെക്സ്റ്റ് ചെന്നൈ നോക്കുവാണെങ്കിൽ 6 ആണ് UR കാറ്റഗറിക്ക് വന്നേക്കുന്ന വേക്കൻസി. അതേപോലെ SCക്ക് 1, STക്ക് 1, OBCക്ക് 1. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 9 ആണ്. അതേപോലെ ബാംഗ്ലൂർ നോക്കുവാണെന്നുണ്ടെങ്കിൽ 4 ആണ് UR കാറ്റഗറിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ SCക്ക് 2, STക്ക് 2, OBCക്ക് 1. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 9 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തിരുവനന്തപുരം നോക്കുവാണെന്നുണ്ടെങ്കിൽ URന് 3, SCക്ക് 1, STക്ക് അവിടെ വേക്കൻസീസ് ഇല്ല, OBCക്ക് 2, EWSന് വേക്കൻസി ഇല്ല. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, തിരുവനന്തപുരം ഒക്കെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ മുംബൈയിൽ ടോട്ടൽ നമ്പർ 39 വേക്കൻസീസ് ഉണ്ട്. UR കാറ്റഗറിക്ക് തന്നെ 16 വേക്കൻസീസ് മുംബൈ സോണിലുണ്ട്. ഭോപ്പാലിൽ 12 ഉണ്ട്. അതേപോലെ മറ്റ് RRBs നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചണ്ഡീഗഡിൽ URന് 6, SCക്ക് 2, STക്ക് 1, OBCക്ക് 4 ഉണ്ട്, EWSന് 2. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 15 ആണ്. അതേപോലെ റാഞ്ചി നോക്കുവാണെങ്കിൽ URന് 5, SCക്ക് 2, STക്ക് 1, OBCക്ക് 3, EWSന് 1. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 12 ആണ്. അഹമ്മദാബാദിലെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ ബിലാസ്പൂരിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ എടുത്തു പറഞ്ഞ സോൺ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഈ 4 സോണുകൾ നമ്മൾ എടുത്തു പറഞ്ഞത് നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ വേക്കൻസീസ് കൂടിയതുമായിട്ടുള്ള സോണുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചിലർ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള തിരുവനന്തപുരം വെച്ച് അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തെ പറഞ്ഞത്. ചിലർക്ക് ജോലി വേണം, എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതലുള്ള ഏത് സോണാണോ അവിടെ അപ്ലൈ ചെയ്യാം, ഏത് RRB ആണോ അവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അതിനാണ് നമ്മൾ മുംബൈ വെച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് ക്രൈറ്റീരിയയിലാണോ അത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏത് RRB ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വേക്കൻസീസ് ഒക്കെ കാര്യങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ജനറൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആണ്. അതേപോലെ വിഷൻ സ്റ്റാൻഡേർഡ് പറയുവാണെങ്കിൽ ഡിസ്റ്റൻസ് 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. പവർ ഓഫ് ലെൻസ് നോട്ട് ടു എക്സീഡ് 4D ആണ്.
അതേപോലെ നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് ആണ്. അതേപോലെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, അതേപോലെ മീസോപിക് വിഷൻ. നെക്സ്റ്റ് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ സോൺ വൈസ് വേക്കൻസീസും അതേപോലെ അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതേപോലെ അതിന്റെ ഏജ് ലിമിറ്റ്, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സോൺ വൈസ് വേക്കൻസീസ് അനലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട്, അതായത് നിങ്ങളിപ്പം RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് പഠിച്ചു തുടങ്ങുന്നവർക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും നിങ്ങളുടെ മൈൻഡിൽ. എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതേപോലെ ഏത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം, അതേപോലെ എന്താണ് എക്സാം പാറ്റേൺ, ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ എത്രയായിരുന്നു, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെതിന്. അതേപോലെ ഇതിന്റെ ഡേറ്റ് വരുന്നത് ജൂലൈ 6-ാം തീയതി രാത്രി 8 മണിക്കാണ് വെബിനാർ വരുന്നത്. പ്രശാന്ത് സാറാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ നമ്മുടെ കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ടും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചു തുടങ്ങേണ്ട ടൈമാണിത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഇനി വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.